ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ റൈസിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ മലബിയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്റ്റൗവിൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ഉള്ളിയുടെ കഷ്ണം, തക്കാളിയുടെ കഷ്ണം, അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയിലും കൂടെ നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട, തക്കാളിയുടെ ആ ഒരു നീരിൽ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളൊരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അറേബ്യൻ മസാലയും കൂടെ ചേർക്കുക, മന്തി മസാല കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മസാല ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മസാല പുരട്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, കഷ്ണങ്ങളാക്കി എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 പീസാക്കിയിട്ടോ 2 പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് വരഞ്ഞെടുക്കണം, എന്നാലേ മസാലക്കുള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. കാലിൻ്റെ ഭാഗം, ബ്രസ്റ്റിൻ്റെ ആ ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് വരഞ്ഞെടുക്കുക. എന്നിട്ട് മസാല നല്ലപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തേച്ചിട്ട് 2 ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ രാത്രിയൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫുൾ ചിക്കൻ ആയത് കാരണം തന്നെ ഉള്ളിലേക്കൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സാധാരണ അറേബ്യൻ റൈസിലൊക്കെ ചിക്കന് അധികം മസാല സ്പൈസി ഒന്നുമല്ല. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്പൈസ് കൂട്ടാൻ പറ്റുന്ന ഒരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചോറുണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത കുരുമുളകാണ്. ഇനി അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം പട്ട. ഞാനിവിടെ 1 കിലോ റൈസിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലേക്കുള്ളതാണ്. ഒരു 5 ഏലക്ക, അതുപോലെ ഒരു 5 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായതുകൊണ്ട് തന്നെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. വലിയ ലീഫാണെന്നുണ്ടെങ്കിൽ 1 മതി. ഇനി ഒരു വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ് കേട്ടോ. നമ്മൾ ഉള്ളി എന്ന് പറയുന്ന ചിലർക്ക് സവാള എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് അതും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് 2 തക്കാളി ഒന്ന് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു പ്യൂരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 മാഗി ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 1 ക്യൂബ്സ് മതി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ 2ഓ 3ഓ നമുക്ക് ചേർക്കാം. ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റിൻ്റെത് അതുപോലെ നമ്മുടെ മാഗി ക്യൂബ്സിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കെമിക്കലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് യൂസ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അറേബ്യൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറേബ്യൻ മസാലൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്, തിളപ്പിച്ചിട്ടൊന്നുമല്ല ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് അരിക്ക് നമ്മളിവിടെ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ടൊന്ന് അടച്ചു വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 20-25 മിനിറ്റ് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം. കഴുകിയിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അരി കുതിർത്തതിന് ശേഷം അരി കഴുകരുത്, അപ്പോൾ അരി പൊട്ടിപ്പോവും. അതുകൊണ്ട് അരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അരി വാർത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഞാൻ അരി കാണിക്കുന്നതിൻ്റെ കാരണം തന്നെ അധികം ആളും സെല്ല ബസ്മതി അതുപോലെ ഇന്ത്യ ഗേറ്റൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതധികം അങ്ങനെ ആരും യൂസ് ചെയ്യാറുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അറേബ്യൻ റൈസിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടെ അടച്ചു വെക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചോറ് വേവിച്ചെടുക്കാനായിട്ട്. ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് ചോറ് വേവിക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, കറക്റ്റ് വേവായിട്ട് കിട്ടൂല. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയം ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് നമ്മൾ ചെറിയ തീ തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു ദമ്മ് തന്നെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ചോറ് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിൽ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് മുക്കി പൊരിച്ചെടുക്കുകയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ചിക്കൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക, നല്ല ചിക്കൻ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. ഒരു കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ മൊരിയും, പക്ഷേ ഉൾഭാഗം ചിക്കന് നന്നായിട്ട് വേവൂല കേട്ടോ, നമ്മൾ ഫുള്ളായിട്ട് എടുത്തത് കാരണം തന്നെ. അപ്പോൾ നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാണ്. എന്നിട്ട് നമ്മളിത് ചോറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കനലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഈ ചോറിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് ഒരു സോസർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് നമ്മൾ ചാർക്കോൽ കത്തിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അടപ്പ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് കനലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചോറ് വിളമ്പിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.